പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി ദൈവവചനം പഠിക്കാനായി ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 23 വരെയുള്ള തിരുവചനമാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയത്. തുടർന്നുള്ള വചനഭാഗം മനസ്സിലാക്കാനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനമാണ് ധ്യാനിച്ചത്. യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ആരാണ്, നീ ആരാണ് എന്ന ചോദ്യത്തിന് ഞാൻ ആരല്ല എന്ന ഉത്തരം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവരെ നേരിട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഏലിയ അല്ല, പ്രവാചകനല്ല. പിന്നെ അവർ ചോദിക്കുകയാണ്, നീ ആരാണ്? അപ്പോൾ അതിന് യോഹന്നാൻ പറയുന്ന മറുപടിയാണ്, ഞാനൊരു ശബ്ദമാണ്. തൻ്റെ ഐഡൻറ്റിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല, അല്ലെങ്കിൽ അദ്ദേഹം താൻ എന്തെങ്കിലുമാണെന്ന് സ്ഥാപിക്കാൻ തയ്യാറല്ല. താൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വഴിയിൽ ഒന്നുമല്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു അദ്ദേഹത്തിന് ശ്രമം. അപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മുടെ അഹങ്കാരം, നമ്മുടെ അഹംഭാവം, അതിനെ നേരിടാൻ നമ്മെ വളരെ പ്രകോപനപരമായി നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആളാണ് യോഹന്നാൻ. നമ്മുടെ അഹങ്കാരം അത്രയും ശക്തമാണ്. എന്നാൽ സ്നാപക യോഹന്നാൻ മരുഭൂമിയിലായിരുന്ന താപസതുല്യമായ ജീവിതം നയിച്ചിരുന്ന കാലത്ത് അദ്ദേഹം രൂപപ്പെടുത്തിയ ഒരു സ്വഭാവ സവിശേഷത തൻ്റെ ജീവിതത്തിലെ അഹംഭാവത്തെ പരിപൂർണമായി ഇല്ലാതാക്കുക എന്ന ഒരു താപസചര്യയാവണം അദ്ദേഹം നയിച്ചിരുന്നത്. ഏതായാലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വഭാവ സവിശേഷതയാണിത്. നമുക്കറിയാമല്ലോ, ബന്ധങ്ങളിലും അതുപോലെ നമ്മുടെ കൂട്ടായ്മകളിലുമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അഹത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മളത്ര സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രമേ നമ്മിലെ വളരെ സട്ടിലായ അഹങ്കാരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അഹങ്കാരത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മമാണ്. നമ്മൾ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ അഹങ്കാരത്തെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ കുറ്റം പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഒരു സാധാരണ സംഭവം പോലെ നമുക്ക് ചിലപ്പോൾ തോന്നാം. അപ്പോൾ നമ്മൾ ആളുകളെ കുറ്റം പറയുന്നത് ചിലപ്പോൾ ഒരു മനുഷ്യ സഹജമായ സാധാരണമായ കാര്യമായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറ്റം പറച്ചിലിൻ്റെ പിന്നിൽ അഹങ്കാരമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മറ്റൊരാളെ നമ്മൾ കുറ്റം പറയുമ്പോൾ അയാൾ മോശമാണെന്ന് നമ്മൾ സ്ഥാപിക്കുകയാണ്. അയാൾ മോശമാണെന്ന് നമ്മൾ സ്ഥാപിക്കുമ്പോൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്, അസ്യൂം ചെയ്യുന്നത് എന്താണ്? നമ്മൾ നല്ലതാണെന്നല്ലേ. നമ്മളവരെക്കാൾ നല്ലതാണെന്ന് ഉള്ള പരോക്ഷമായ പ്രഖ്യാപനമാണ് നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരാളിൽ കുറ്റം കണ്ടുപിടിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മെച്ചമാണെന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കുറ്റം പറച്ചിൽ ഒരാളുടെ അഹങ്കാരത്തിൻ്റെ എക്സ്പ്രഷനായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പെട്ടെന്ന് വൂണ്ടഡാവുന്നവരാണ്, മുറിവേൽക്കുന്നവരാണ്, പെട്ടെന്ന് ഒഫൻഡഡ് ആവുന്നവരാണ്, ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒഫൻസ്, ഇറിറ്റേഷൻ, നമ്മൾ ഹേർട്ടാവുന്നത് എല്ലാം അഹങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ട്
പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വിശുദ്ധ തോമസ് അക്വിനാസ് പറഞ്ഞിട്ടുണ്ട്, കോപിക്കുന്നത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രതികരണങ്ങളും ഒരുപക്ഷെ അഹങ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. വിശുദ്ധർ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം, മരണം വരെ ഏത് മഹാവിശുദ്ധനും പോരാടേണ്ടി വരുന്ന ഒരു മൂലപാപമാണ് അഹങ്കാരം. പ്രത്യേകിച്ച് നമ്മൾക്കറിയാമല്ലോ, ഈ ഏലിയായിൽ നിന്ന് അഭിഷേകം ഏലീഷായിലേക്ക് പകരപ്പെടുന്ന ആ വചനഭാഗത്ത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിലാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഏലീഷ ഏലിയായുടെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ ഏലിയ പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കുക, ഞാൻ ജെറിക്കോ വരെ പോകുന്നു. നീ ഇവിടെ നിൽക്കുക, ഞാൻ ഗിൽഗാൽ വരെ പോകുന്നു. നീ ഇവിടെ നിൽക്കുക, ഞാൻ ബഥേൽ വരെ പോകുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏലീഷായെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ എപ്പിസോഡ് പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. അതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ ഏലീഷായോട് പറയുകയാണ്, നീ ഇവിടെ നിൽക്കുക, ഞാൻ ജോർദാൻ പോവുകയാണ്, ജോർദാനിൽ. അപ്പോൾ ഈ ഏലിയായെ പിന്തുടരുന്ന ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസാനത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇവർ ജോർദാൻ കടക്കുന്നതാണ്. ജോർദാൻ കടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ജോർദാനെ 2ആയി വിഭജിച്ചുകൊണ്ടാണ് ഇവർ അക്കരെ കടക്കുന്നത്. അപ്പോൾ ഈ ജോർദാനെ 2ആയി വിഭജിക്കുക എന്നതിന് ഞാൻ കേട്ടിട്ടുള്ള ഒരു വ്യാഖ്യാനം, ജോർദാൻ നദിക്ക് മരണനദി എന്നൊരർത്ഥം കൂടിയുണ്ട്. ജോർദാൻ നദി എന്ന് പറയുന്നത് കർത്താവ് യേശുമിശിഹ താൻ ദൈവമാണ് എന്നുള്ള തൻ്റെ എല്ലാ അഹംബോധങ്ങളും ഇറക്കി വെച്ച് ഒരു പാപിയെപ്പോലെ തന്നെ പരിഗണിച്ച് എണ്ണപ്പെട്ട ഒരു സ്ഥലമാണ് ജോർദാൻ. ജോർദാനിലാണ് ഈശോ തൻ്റെ ദൈവത്വത്തെ പൂർണ്ണമായും കഴുകിക്കളയുന്നത്. എന്ന് വെച്ചാൽ താൻ ദൈവമാണെന്നുള്ള വിചാരം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവഗണിച്ചുകൊണ്ട് ഈശോ യോഹന്നാനിൽ നിന്നൊരു പാപിയെപ്പോലെ സ്നാനം സ്വീകരിക്കാനായിട്ട് ആ വരിയിൽ ഊഴം കാത്തു നിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് യേശുമിശിഹായുടെ മുഴുവൻ അഹംഭാവങ്ങളും കർത്താവ് മനുഷ്യത്വത്തിലെ തൻ്റെ അഹംബോധങ്ങളെ ഇല്ലാതാക്കാൻ കർത്താവ് ഇറങ്ങിച്ചെന്ന നദിയുടെ പേരാണ് ജോർദാൻ. അപ്പോൾ ജോർദാൻ മരണനദിയാണ്. ഒരാൾ തന്നോട് തന്നെ മരിക്കുന്ന സ്ഥലമാണ് ജോർദാൻ. അപ്പോൾ ഏലിയായും എലീഷായും ഈ മരണനദി കുറുകെ കടക്കുമ്പോൾ അതിന് വ്യാഖ്യാനമായിട്ട് പറയുന്നത്, ഏലീഷായുടെ ജീവിതത്തിലെ അവസാനത്തെ അഹംഭാവവും ഇല്ലാതായി കഴിയുമ്പോഴാണ് ആ മഹത്വത്തിൻ്റെ, ആ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ, ആ മഹാദൈവാനുഭവത്തിൻ്റെ പുതപ്പ് ഏലിയായിൽ നിന്ന് എലീഷായുടെ മേൽ പതിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു പരിധി വരെ നമ്മുടെ ദൈവാനുഭവങ്ങൾക്കും ദൈവാന്വേഷണങ്ങൾക്കും എല്ലാം ബ്ലോക്കായി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാണ്. അപ്പോൾ ഇത് വളരെ പറയുമ്പോഴും എനിക്കറിയാം നമ്മളെല്ലാം ഇത് മറികടക്കാൻ വളരെ പ്രയാസപ്പെടുന്നൊരു മേഖലയാണ്. ഏറ്റവും പ്രയാസമേറിയ സുഹൃതം ആണ് എളിമ എന്ന പേരിലൊരു പുസ്തകമുണ്ട്. ഏറ്റവും പ്രയാസമേറിയ സുഹൃതം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. എളിമയെക്കുറിച്ചാണ്. അപ്പോൾ ഏറ്റവും പ്രയാസമുള്ള സുഹൃതമാണ് എളിമ. എളിമപ്പെടാൻ നമ്മൾ ഓരോ സന്ദർഭത്തിലും മരിക്കാൻ, തോറ്റുകൊടുക്കാൻ, താഴാൻ, ക്ഷമിക്കാൻ, ചിലത് കേട്ടില്ലെന്ന് നടിക്കാൻ, കണ്ടില്ലെന്ന് നടിക്കാൻ, മുറിവേൽക്കപ്പെടുമ്പോഴും പ്രതികരിക്കാതെ നിൽക്കാൻ, ഈശോയെ പോലെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ മൗനം പാലിക്കാനൊക്കെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ അതുകൂടാതെ ഒരു ആത്മീയ യാത്രയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ഒരു സ്നാപയോഹന്നാനെ നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ യാത്രയിൽ യോഹന്നാൻ അധികം താമസിക്കാതെ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞ് മടങ്ങും. അപ്പോൾ യോഹന്നാൻ മടങ്ങുന്നതിന് മുമ്പ് സ്നാപയോഹന്നാൻ നമ്മുടെ ഹൃദയത്തിൽ അവശേഷിപ്പിക്കേണ്ട ഒരു മഹത്തായ ധ്യാന വിഷയമാണ് നമ്മുടെ അഹങ്കാരത്തെ എങ്ങനെ കീഴടക്കാമെന്നുള്ള ചോദ്യവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഈ വചനഭാഗത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ പറയുകയാണ്, അപ്പോൾ അവൻ പറഞ്ഞു, 23-ാമത്തെ വാക്യം, അവൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. അപ്പോൾ യോഹന്നാൻ ഹി ഡിഫൈൻഡ് ഹിസ് ഐഡൻറ്റിറ്റി ആസ് എ വോയിസ്.
ഒരു ശബ്ദമായിട്ട് അദ്ദേഹം തൻ്റെ വ്യക്തിത്വത്തെ, തൻ്റെ സ്വത്വത്തെ, തൻ്റെ ഐഡൻറ്റിറ്റിയെ നിർവചിച്ചു. ഞാനൊരു ശബ്ദമാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് യെശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ യെശയ്യാ പ്രവാചകനിലേക്ക് പോകണം. യെശയ്യാ പ്രവാചകൻ്റെ ഏത് വചനഭാഗമാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നതെന്ന് നോക്കിയാലേ നമുക്ക് ഈ സ്നാപക യോഹന്നാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യെശയ്യാ പ്രവാചകനിലേക്ക് പോകാം. യെശയ്യാ പ്രവചനത്തിൽ ഈ സ്നാപക യോഹന്നാൻ കോട്ട് ചെയ്യുന്ന ആ ഭാഗം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായമാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമെന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നത് യെശയ്യാ 40 നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യെശയ്യാ 40 പോകാം. യെശയ്യാ 40 ആ ഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കാം. യെശയ്യാ 40, 1 മുതൽ. നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ഈ വാക്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു. നിങ്ങൾ ഈ വാക്കുകൾ ഈശോ കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റിലാണ് യോഹന്നാൻ ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വേണം ഇതിൻ്റെ അർത്ഥത്തെ വായിച്ചെടുക്കാൻ. ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു. എന്തുകൊണ്ടാണ് അടിമത്തം അവസാനിക്കുന്നത്? യേശു വരുമ്പോഴാണത്. രക്ഷകൻ വരികയാണ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. അവളുടെ അടിമത്തം അവസാനിച്ചു. തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരം ഉയരുന്നു. കണ്ടോ, യോഹന്നാൻ ഉദ്ധരിക്കുന്ന ഇതാണ്. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീഥി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണിത് അരുളി ചെയ്യുന്നത്. ഇനി താഴേക്ക് വരുമ്പോൾ വീണ്ടും പറയുകയാണ് 9-ാമത്തെ വാക്യം. സദ്വാർത്തയുമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സദ്വാർത്തയുമായി വരുന്ന ജെറുസലേമേ, നിർഭയം വിളിച്ചു പറയുക. യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്. ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലം അവിടുത്തെ മുമ്പിലുണ്ട്. ഇനി മനോഹരമായ ഒരു ചിത്രം വചനം അവതരിപ്പിക്കുകയാണ്. അതായത് ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകുട്ടികളെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. അതായത് ഒരു ഇടയൻ വരാൻ പോവുകയാണ്. യോഹന്നാൻ നീ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഞാൻ ഒരു ശബ്ദമാണ്. ഈ ശബ്ദമാണ് എന്ന ആ നിർവചനം യോഹന്നാൻ എടുക്കുന്നത് യെശയ്യാ 40 നിന്നാണ്. യെശയ്യാ 40 പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ രക്ഷകൻ വരുന്നതുമായി ബന്ധപ്പെട്ട പ്രവചനമാണത്. അപ്പോൾ രക്ഷകൻ വരുമ്പോൾ എന്തു ചെയ്യും? ഇതാണ് ഇവിടെ ഈശോയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ. യോഹന്നാൻ ആദ്യത്തെ വെളിപ്പെടുത്തലാണ്, ഈശോയെക്കുറിച്ചുള്ള ആദ്യത്തെ വെളിപ്പെടുത്തലാണ് നടക്കാൻ പോകുന്നത്. അത് എന്താണ് യേശു? അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളെ അടയാളങ്ങളുടെ പുസ്തകം എന്നാണ് വിളിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് ഹൃദയത്തിൽ മനസ്സിലാക്കി വെച്ചിരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളെ എന്താണ് വിളിക്കുന്നത്? അടയാളങ്ങളുടെ പുസ്തകം എന്നാണ്. ബുക്ക് ഓഫ് സയൻസ്, അടയാളങ്ങളുടെ പുസ്തകം. അതിൻ്റെ കാരണം ഈശോ പ്രവർത്തിച്ച
7 അടയാളങ്ങൾ ഈ ആദ്യ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ അടയാളങ്ങളിലൂടെ, അടയാളങ്ങളെന്നാണ് വിളിക്കുന്നത്. മറ്റു സുവിശേഷകന്മാർ അത്ഭുതങ്ങളെന്ന് വിളിച്ചതിനെയും യോഹന്നാൻ വിളിക്കുന്നത് എന്ത് പേരാണ്? അടയാളം എന്നാണ്. അപ്പോൾ മത്തായിയും മർക്കോസും ലൂക്കോസും അത്ഭുതങ്ങളെന്ന് വിളിച്ച സംഭവങ്ങളെ യോഹന്നാൻ വിളിച്ചത് എന്ത് പേരിലാണ്? അടയാളങ്ങൾ എന്ന പേരിലാണ്. അപ്പോൾ എന്തുകൊണ്ട് യോഹന്നാൻ അത്ഭുതം എന്ന് വിളിച്ചില്ല? അത്ഭുതങ്ങൾ എന്ന് വിളിക്കുന്നതിന് പകരം അടയാളങ്ങൾ എന്ന് വിളിച്ചു. എന്തുകൊണ്ട് വിളിച്ചു? അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ അടയാളം എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നിനെ സൂചിപ്പിക്കുന്നത് എന്നാണല്ലോ അടയാളം. ഇപ്പം നിങ്ങൾ വട്ടപ്പാറ നിന്ന് വേറ്റിനാട് വണ്ടി ഇറങ്ങിയിട്ട് മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രം എന്നൊരു ബോർഡ് വെച്ചിരിക്കുന്നു. അത് അടയാളമാണ്, അതൊരു സൈനാണ്. മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രം. ആ അടയാളം കണ്ടിട്ട് നിങ്ങൾ അവിടെ മുട്ടുകുത്തി മെഴുകുതിരി കത്തിക്കില്ല. കാരണം അടയാളം സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യം അല്പം ദൂരെയാണ്. ഈ ബോർഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ധ്യാനകേന്ദ്രത്തെ. ധ്യാനകേന്ദ്രം പക്ഷേ ഇവിടെ അല്ല, ധ്യാനകേന്ദ്രം കുറച്ചപ്പുറത്താണ്. ആ ധ്യാനകേന്ദ്രം എന്ന റിയാലിറ്റിയെ, യാഥാർത്ഥ്യത്തെ കാണിച്ചു കൊടുക്കുന്ന, സൂചിപ്പിക്കുന്ന, വെളിപ്പെടുത്തുന്ന ഒരു അടയാളം മാത്രമാണിത്. ഏത്? ഈ ബോർഡ്. അപ്പോൾ ആരും വന്ന് ഈ ബോർഡിൻ്റെ അടുത്ത് മുട്ടുകുത്തി തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഒന്നും പോകണില്ല. കാരണം ബോർഡല്ല യാഥാർത്ഥ്യം. ബോർഡ് യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തെ സൂചിപ്പിക്കുന്ന അടയാളമാണ് ഈ സൈൻ ബോർഡ് എന്ന് പറയുന്നത് പോലെ യോഹന്നാൻ പറയുകയാണ്, ഈശോ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളാണ്. ആ അത്ഭുതങ്ങൾ അതിൽ തന്നെ വിലയുള്ളതല്ല. ആ അത്ഭുതങ്ങളെല്ലാം തന്നെ മറ്റെന്തോ വെളിപ്പെടുത്താനുള്ളതായിരുന്നു. അപ്പോൾ ഇത് യോഹന്നാൻ പഠിക്കുമ്പോൾ നിങ്ങളിത് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിൻ്റെ കാര്യം പിടികിട്ടാതെ വരും. അപ്പോൾ ഇത് അടയാളമാണ് എന്ന് പറഞ്ഞാൽ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, ഉദാഹരണത്തിന് കാനായിലെ കല്യാണ വിരുന്ന് ആദ്യത്തെ അടയാളമാണല്ലോ, അത്ഭുതമാണല്ലോ. അത് അടയാളമെന്നാണ് യോഹന്നാൻ വിളിക്കുന്നത്. അപ്പോൾ ആ അടയാളം, കാനായിലെ കല്യാണ വിരുന്ന്, വേറെന്തോ ഒന്ന് സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണ്. അപ്പോൾ കാനായിലെ കല്യാണ വിരുന്ന് പോലെയുള്ള തുടർന്ന് യോഹന്നാൻ വിവരിക്കുന്ന എല്ലാ അടയാളങ്ങളും എന്താണ് സൂചിപ്പിക്കുന്നത്? അത് മുഴുവൻ സൂചിപ്പിക്കുന്നത് യേശു ആരാണ്. ഓരോ അടയാളവും വെളിപ്പെടുത്തിയത് യേശുവിൻ്റെ യാഥാർത്ഥ്യം, യേശുവിൻ്റെ വ്യക്തിത്വം, യേശു ആരാണ്. അപ്പോൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഓരോ അത്ഭുതങ്ങളും വായിക്കുമ്പോൾ, നമ്മൾ ആ അത്ഭുതങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചോദ്യം എന്താണ്? ഈ അത്ഭുതങ്ങൾ യേശു ആരാണ് എന്നാണ് വെളിപ്പെടുത്തിയത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വായിച്ചാൽ നമുക്ക് കുറേ കൂടി വെളിച്ചം കിട്ടും. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 12 അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകമാണ്. ഇനി അതിനകത്ത് മറ്റൊന്നുകൂടി ശ്രദ്ധിക്കാനുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ അവസാനിക്കുന്ന വരെയുള്ള വാക്യങ്ങൾ തുടർച്ചയായ 4 ദിവസങ്ങളിൽ നൽകപ്പെട്ട വെളിപ്പെടുത്തലുകളാണ്. അതായത് ഇതൊന്ന് ശ്രദ്ധിക്കുക. തുടർച്ചയായ 4 ദിവസങ്ങളിൽ, 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, അങ്ങനെ 4 ദിവസങ്ങളിലായി യേശു ആരാണ് എന്ന് നൽകപ്പെടുന്ന വെളിപ്പെടുത്തലുകളാണ് യോഹന്നാൻ 1:19 മുതൽ 51 വരെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ വിവരിക്കുന്നത് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, അങ്ങനെ 4 ദിവസങ്ങളിൽ യേശു ആരാണ് എന്നുള്ള വെളിപ്പെടുത്തലുകളാണ്. അപ്പോൾ നമ്മളത് ഓരോന്നായിട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിച്ച് അവസാനിപ്പിക്കുന്നത് 1-ാമത്തെ ദിവസമാണ്. അതെന്തുകൊണ്ടാണ് 1-ാമത്തെ ദിവസം എന്ന് പറയുന്നതെന്ന് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. ഇത് 1-ാം ദിവസം യേശു ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വെളിപ്പെടുത്തൽ എന്താണ്? യേശു ആരാണ്? യേശു ജനത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ജനത്തെ വിമോചിപ്പിച്ച് ആശ്വാസം കൊടുക്കാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത. അതാണ് യെശയ്യാ 40 മനസ്സിലായത്. ആ സദ്വാർത്ത
നമുക്കിപ്പോൾ മനസ്സിലാകാണ്. അതായത് യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ്, യേശു ആശ്വാസം തരുന്ന ആശ്വാസദായകനായ ദൈവത്തിൻ്റെ പുത്രൻ അടിമത്തത്തിൽ നിന്ന് തൻ്റെ ജനത്തെ വിമോചിപ്പിച്ച് ആശ്വാസം കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിത് വായിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ അവർ ചോദിച്ചു, ഇനി 25-ാമത്തെ വാക്യം, അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ നീ സ്നാനം നൽകുന്നത് എന്തുകൊണ്ടാണ്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, നീ എന്തുകൊണ്ട് സ്നാനം നൽകുന്നു ചോദ്യത്തിന് യോഹന്നാൻ ഉത്തരം കൊടുക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, ഞാൻ ജലം കൊണ്ട് മാത്രമാണ് സ്നാനം നൽകുന്നത്, എന്നാൽ നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഞാൻ വലിയവനായ ഒരാളെ പരിചയപ്പെടുത്താനാണ് വന്നത്. ആ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വന്നിരിക്കുന്ന ആ വലിയവനായ അവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്, എന്നാൽ നിങ്ങളവനെ അറിയുന്നില്ല. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ചെരുപ്പിൻ്റെ വാറഴിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദ മോസ്റ്റ് അൺഡിഗ്നിഫൈഡ് ഹ്യൂമിലിയേറ്റിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഏറ്റവും അപമാനകരമായ ജോലിയായിരുന്നു ഒരാളുടെ ചെരുപ്പിൻ്റെ വാറഴിക്കുക എന്ന് പറയുന്നത്. അതായത് യഹൂദ റബ്ബിമാർ പറയുമായിരുന്നു, ഒരു ശിഷ്യൻ ഗുരുവിനെല്ലാം ചെയ്തു കൊടുക്കണം, ചെരുപ്പിൻ്റെ വാറഴിക്കുന്നതൊഴികെ. ഒരു ശിഷ്യൻ ഗുരുവിനെല്ലാം ചെയ്തു കൊടുക്കണം, ചെരുപ്പിൻ്റെ വാറഴിക്കുന്നതൊഴികെ എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാറഴിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് ദ മോസ്റ്റ് അൺഡിഗ്നിഫൈഡ് ഹ്യൂമിലിയേറ്റിംഗ് ടാസ്ക്. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അത്രയ്ക്കും വലിയവനാണ് നിങ്ങൾ അറിയാത്ത നിങ്ങളുടെ മധ്യേ നിൽക്കുന്ന അവൻ. വെളിപ്പെടുത്തുകയാണ്, അതായത് എന്നെക്കാൾ വലിയ ഒരാൾ ഇതാ വരാൻ പോകുന്നു, അവൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. ഇനി 28-ാമത്തെ വാക്യം, യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെ ബഥാനിയയിലാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഈ ബഥാനിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ലാസർ, മാർത്ത, മേരി അവരുടെ ബഥാനിയാണെന്ന് തോന്നും. പക്ഷേ ആ ബഥാനിയ അല്ലിത്, ഇത് വേറൊരു ബഥാനിയാണ്. ഇത് ജെറുസലേമിന് അടുത്തുള്ള ബഥാനിയ അല്ല, മറിച്ച് മറ്റൊരു ബഥാനിയ ആണ്. അത് സ്നാനം നൽകിക്കൊണ്ടിരുന്ന സ്ഥലം. ആ സ്ഥലത്തെക്കുറിച്ചുള്ള സൂചന നൽകിക്കൊണ്ടാണ് ഈ 1-ാം ദിവസത്തെ വെളിപ്പെടുത്തൽ അവസാനിക്കുന്നത്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.